ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇനി ഞങ്ങളൊരു സാധനം പറിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ഞാൻ കുറേ ദിവസമായി വിചാരിക്കുന്നത് പറിക്കണമെന്ന്. ഇനി അതവിടെ നിർത്തിയാൽ ശരിയല്ല, അപ്പോൾ നമുക്കത് പറിച്ചിട്ട് വരാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളത് പറിക്കാൻ വേണ്ടിയിട്ട് പോവാണേ. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലായിട്ടൊരു വലിയ കറിവേപ്പ് നിൽക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ കുറേ മുരിങ്ങയുണ്ട്. മുരിങ്ങ ഇപ്രാവശ്യം എന്തോ കേട് വന്നിട്ടാന്ന് തോന്നുന്നു, ഓരോ പോർഷൻസ് ഉണങ്ങി പോകുന്നുണ്ട്. പക്ഷേ കുറച്ച് പോർഷൻസൊക്കെ ഇങ്ങനെ പൊടിച്ച് ഇലയൊക്കെയുണ്ട് കേട്ടോ. പിന്നെ ഇതാണ് ഗൈസ് നമ്മുടെ കിണർ. ഈ കിണറ്റിൽ നിന്നാണ് നമ്മൾ മോട്ടർ അടിച്ചിട്ട് വെള്ളം മുകളിലേക്ക് എടുക്കുന്നത് കേട്ടോ. ഇതിൻ്റെ സൈഡിലേക്കാണ് നമ്മൾ സംഭവ സ്ഥലത്തേക്ക് പോകുന്നത്. സംഭവം വേറൊന്നുമല്ല കേട്ടോ, ഇലിമ്പിക്കയാണ് കേട്ടോ, ഇലിമ്പിക്ക. അപ്പോൾ ഞാൻ കുറേ ദിവസമായിട്ട് വിചാരിക്കുന്നു, ഇത് ഒത്തിരി വലുതായി പിന്നെ കൊള്ളില്ലല്ലോ പറിച്ചെടുക്കുന്നത്. പക്ഷേ സമയം കിട്ടാത്തതുകൊണ്ടാണ് പറിക്കാത്തത്. ഇതുണ്ട്, ഈ ഇലിമ്പിക്ക മരം അത്യാവശ്യം ഹൈറ്റ് ഉണ്ട് കേട്ടോ, കുറേ നാളായതാണെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇതിൽ സന്ധ്യ ആകുമ്പത്തിന് കുറേ വവ്വാലുകൾ ഇങ്ങനെ വന്ന് തൂങ്ങി കിടക്കുന്നതാണ്. ഇലിമ്പിക്ക കഴിക്കുമായിട്ടൊന്നുമല്ല, പക്ഷേ ഇതിന് ചുറ്റിലും 2-3 ആത്തമരമുണ്ട്. അതിൽ ആത്തയ്ക്ക പഴുത്ത് കിടപ്പുണ്ട്. ചിലപ്പോൾ അത് തിന്നാനായിട്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ ഇലിമ്പിക്ക പറിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. ഇത് കണ്ടോ, ഇത് കുറച്ചൊക്കെ വലുതായി കേട്ടോ. എന്നാൽ ചെറുത് ഇതിൻ്റെ ഇടവഴിയുണ്ട് കേട്ടോ. തീരെ പൊട്ടാണെങ്കിലാണ് അച്ചാറിടാനായിട്ട് നല്ലത്. പക്ഷേ ഇത്തിരി വലുതായിട്ടുള്ളത് നമുക്ക് തേങ്ങ അരച്ചിട്ട് പരിപ്പൊക്കെ ഇട്ടിട്ട് വെക്കാം. സൂപ്പറാണ്, കുഴപ്പമൊന്നുമില്ല കേട്ടോ. വലുതാകുന്നതനുസരിച്ച് ചെറിയതായിട്ട് ഇതിന് കറ പോലെയും പിന്നെ അതുപോലെ തന്നെ ടേസ്റ്റ് വ്യത്യാസം വരും. ഭയങ്കര പുളിയായിരിക്കും. ഇപ്പോൾ ജോയിന് ചൂലെല്ലാം അർമാദിച്ച് പറിക്കുകയാണ് ഗൈസ്. ഉള്ള വലുതെല്ലാം പറിച്ചിടുന്നുണ്ട്. ഞാൻ അതുകൊണ്ട് വഴക്ക് പറയുന്നുണ്ട്, എന്നാലും പറിച്ചിടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇലിമ്പിക്ക ഇഷ്ടമാണോ ഗൈസ്? ഇതൊരു മെഡിസിനും കൂടിയാണ് കേട്ടോ. ഷുഗർ പേഷ്യൻസിനൊക്കെ ഇത് കഴിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ജോയിലിന് ഞാൻ വഴക്ക് പറഞ്ഞുകൊണ്ട് അവൻ പിണങ്ങിപ്പോയി ഗൈസ്. അവനവിടെ മാറിപ്പോയി നിൽക്കുന്നുണ്ട്. അതോടുകൂടി ജോലിനും ഏകദേശം പറിക്കൽ നിർത്തിയിട്ട് ജോലിൻ്റെ പുറകെ പോയിട്ടുണ്ട്. അപ്പോൾ ഇത് ഷുഗർ പേഷ്യൻസിന് ഇത് നല്ലതാണ്. പക്ഷേ പ്രഷർ ഉള്ളവരൊന്നും കർത്താവേ ഇത് ഇങ്ങനെ അച്ചാറിട്ടൊന്നും കഴിക്കരുത് കേട്ടോ. കാരണം എപ്പോഴാണ് പ്രഷർ ബൂസ്റ്റ് ആവണമെന്ന് അറിയില്ല. അതുകൊണ്ട് പ്രഷർ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ അധികം അച്ചാറൊന്നും കഴിക്കാൻ നിൽക്കണ്ട കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഏകദേശം അത്യാവശ്യം വേണ്ടതൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരുപാട് വേണമെന്നില്ല ഗൈസ്. കുറച്ച് അച്ചാറിടാം, കുറച്ച് നമുക്ക് പരിപ്പിട്ട് അടിപൊളിയായിട്ട് കറി വെക്കാം. കണ്ടോ, ഇത്രയായിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, നമ്മുടെ വീഡിയോ ഒന്ന് ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെയും ഇനിയും ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ, നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. ഓക്കെ.